ഇന്ന് നമുക്കൊപ്പമുള്ളത് സംസ്കൃത ഗവേഷകനും അധ്യാപകനും പ്രാസംഗികനുമെല്ലാമായ ഡോക്ടർ ടി എം ശ്യാംകുമാറാണ്. ശ്യാംകുമാറിനെ ടാബിൻ ഇന്റർവ്യൂവിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിന്റെ ഈ സാംസ്കാരിക മണ്ഡലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രഭാഷണവും അതിനോടനുബന്ധിച്ച് UDF കേന്ദ്രങ്ങളിലും BJP നടത്തുന്ന വലിയ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ഗുരുവിനെ ഒരു ഹിന്ദു സന്യാസിയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ സാംസ്കാരിക കേരളത്തിൽ ഒരു പുതിയ സംവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് ശ്യാമു കാണുന്നത്? വളരെ അപകടകരമായ പ്രസ്താവനകളാണ് ഹിന്ദുത്വ ശക്തികളും അതുപോലെ തന്നെ ഹിന്ദുത്വത്തെ അനുകൂലിക്കുന്ന ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഗുരുനിന്ദയാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം 1925 CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ നാരായണ ഗുരുസ്വാമികൾ വളരെയധികം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്, ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ. ഈ സംഭാഷണത്തിന് പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ 1925 RSS രൂപീകരിച്ചതിൻ്റെ 12ാമത്തെ ദിവസമാണ് CV കുഞ്ഞിരാമനോട് നാരായണ ഗുരു ഈ വാക്യം പറയുന്നത്, ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ. ഈ വാക്കിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഹിന്ദുമതം സമം സനാതന ധർമ്മം എന്ന് വരുത്തി തീർക്കുകയും ഈ ഹിന്ദുമതത്തിൻ്റെ വക്താവും പ്രോക്താവുമാണ് നാരായണ ഗുരുസ്വാമികൾ എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാക്യം ഞാൻ ഉദ്ധരിച്ചത്. അങ്ങനെ ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുകയും 1916 നാം ജാതിമത ഭേദങ്ങൾ വിട്ടിട്ടിപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. പിന്നീട് കൊല്ലത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ ഗുരുസ്വാമികൾ തന്നെ കുറെ കൂടെ ആഴത്തിൽ അത് സ്പഷ്ടമാക്കുകയും ചെയ്തു. നാം ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമുക്കേതെങ്കിലും ജാതിയോടോ മതത്തോടോ പ്രത്യേകമായി യാതൊരു മമതയും ഇല്ല എന്നാണ് അതിനർത്ഥമുള്ളത് എന്ന് കൊല്ലം പട്ടത്തുവിളയിൽ നടന്ന സമ്മേളനത്തിൽ ഗുരുസ്വാമികൾ വളരെയധികം വ്യക്തമാക്കി. അപ്പം ജാതിയും മതവും വിട്ടൊരാളെ വീണ്ടും സനാതന ധർമ്മം എന്ന് പറയുന്ന മതത്തിൻ്റെ വക്താവാക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇനി നമുക്ക് നോക്കാം, എന്താണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ സനാതന ധർമ്മത്തിൻ്റെ വക്താക്കൾ അവതരിപ്പിക്കുന്ന സിദ്ധാന്തമുണ്ടല്ലോ, സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു സംഗതി, അതിന് എന്ത് നിർവചനമാണ് ഹിന്ദുത്വവാദികൾ കൊടുക്കുന്നത്? ഒരു നിർവചനം അവർക്ക് പറയാനില്ല. സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു ആകാശകുസുമം പോലെയുള്ള എന്തോ ഒരു സംഗതി അവതരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് സനാതന ധർമ്മം എന്ന് പറയുന്ന സങ്കല്പം എന്താണെന്ന് ഇവരാരും വിശദീകരിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സ്മൃതി ഗ്രന്ഥങ്ങളും ധർമ്മശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പരിശോധിച്ചാൽ വളരെയധികം വ്യക്തമാണ് എന്താണ് ധർമ്മം എന്നുള്ളത്. മഹാഭാരതത്തിൽ രസകരമായൊരു കഥയുണ്ട്. ഉത്തങ്കൻ അവരുടെ മാതാവിനെ ഒരു മഹർഷി വന്ന് പിടിച്ചോണ്ട് പോവുക, ഒരു ബ്രാഹ്മണൻ വന്ന് പിടിച്ചു വലിച്ച് ഇഴച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പിതാവ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉത്തങ്കൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? എൻ്റെ മാതാവിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പിതാവ് പുത്രനോട് പറയുന്നത്, ഏഷധർമ്മ സനാതന എന്ന, തൻ്റെ ഭാര്യയെ മറ്റൊരാൾ പിടിച്ചു വലിച്ചഴച്ചുകൊണ്ട് പോകുന്നത് സനാതനമായ ധർമ്മമാണെന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അപ്പം എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ യുക്തിയാണ് യഥാർത്ഥത്തിൽ സനാതന ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഹാഭാരതത്തിൽ പലയിടത്തും മഹത്തായ ഭരണക്രമത്തെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. പരീക്ഷ്യത്തിൻ്റെ ഭരണം ഏറ്റവും നല്ല ഭരണമാകുന്നത് വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ചുള്ള ഭരണമായതുകൊണ്ടാണ്. അതിനെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കം ധാരാളം ഉദാഹരണങ്ങൾ ഇത്തരത്തിൽ പരിശോധിക്കേണ്ടത്. മനുസ്മൃതിയിൽ തന്നെ ധർമ്മം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ വർണ്ണങ്ങളുടെയും അന്തരാള ജാതികളുടെയും ധർമ്മത്തെയാണ് സനാതന ധർമ്മം എന്നതുകൊണ്ട് മനുസ്മൃതി വ്യക്തമാക്കുന്നത്. യാജ്ഞവൽക്യ സ്മൃതിയിൽ യാജ്ഞവൽക്യനോട് മഹാമുനിമാര് വളരെ ആദരവോടുകൂടി നമിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, വർണ്ണധർമ്മം എന്താണെന്ന് പറഞ്ഞു തന്നാലും എന്ന. ഇവിടെയെല്ലാം ധർമ്മം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണ്യമാണ്, ജാതിധർമ്മമാണ് എന്നുള്ളത് വ്യക്തമാണ്. കാര്യം ഇങ്ങനെ ഇരിക്കെ നാരായണ ഗുരുസ്വാമികൾ എന്തിനെതിരെയാണ് പോരാടിയത്? നാരായണ ഗുരുസ്വാമികൾ പോരാടിയത് ഈ ചാതുർവർണ്ണ്യ വർണ്ണാശ്രമ ധർമ്മത്തിനെതിരെയാണ്. അങ്ങനെ ചാതുർവർണ്ണ്യത്തിനും വർണ്ണാശ്രമ ധർമ്മത്തിനും എതിരെ പോരാടിയ ഗുരുവിനെ തന്നെ സനാതന ധർമ്മത്തിൻ്റെ വക്താവാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ചരിത്രത്തോടും ഗുരുവിനോടും ചെയ്യുന്ന കുറ്റകൃത്യമാണ്. കുറ്റകൃത്യമെന്ന് വേണം പറയാൻ. അത്ര ഭീകരമായ കുറ്റകൃത്യം ഇവർ ഗുരുവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാതുവർണ്ണ്യത്തെപ്പറ്റി ഗുരു വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കൃത്യമായി നിലപാടെടുക്കുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.
ഗുരു ഒരിക്കൽ പറഞ്ഞു, ഈ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണനും അതുപോലെ തന്നെ പാദത്തിൽ നിന്നും ശൂദ്രനും ഉണ്ടാകുന്നു. ഇതെന്താ മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ എന്നാണ് ഗുരു ചോദിക്കുന്നത്. വളരെ പരിഹാസപൂർവ്വം കാരുണ്യത്തോടുകൂടി ഈ ചാതുർവർണ്ണയ വർണ്ണാശ്രമത്തെ ഗുരു തള്ളിക്കളയുകയാണ് ചെയ്തത്. രണ്ടാമത്തെ പോയിന്റ് 1888 ഗുരുസ്വാമികൾ അരിവുപ്പുറത്ത് എന്താണ് എഴുതി വെച്ചത്? സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്നാണ് എഴുതി വെച്ചത്. നോക്കൂ, നമ്മുടെ ഈ ഗ്രന്ഥപാരമ്പര്യങ്ങളിൽ, മനുസ്മൃതിയിലും യാജ്ഞവൽക്യ സ്മൃതിയിലും ഇതിഹാസ പുരാണ പാരമ്പര്യങ്ങളിലും എവിടെയെങ്കിലും സോദരത്വം എന്നൊരു വാക്ക് കാണാൻ കഴിയുമോ? സാഹോദര്യം എന്നൊരു വാക്ക് കാണാൻ കഴിയുമോ? എവിടെയെങ്കിലും സ്നേഹം എന്നൊരു വാക്ക് കാണാൻ കഴിയുമോ? മനുഷ്യർ പരസ്പരം സ്നേഹിക്കണമെന്ന് മനുസ്മൃതി പറയുന്നുണ്ടോ? മനുഷ്യർ പരസ്പരം സ്നേഹിക്കണമെന്ന് യാജ്ഞവൽക്യ സ്മൃതിയിൽ പറയുന്നുണ്ടോ? മനുഷ്യർ പരസ്പരം സ്നേഹിച്ച് കഴിയണമെന്ന് ഏതെങ്കിലും ഉപനിഷത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. ഇത് പറഞ്ഞത് ആരാണ്? ഇത് കേരളത്തോട്, ഇന്ത്യയോട് മനുഷ്യർ പരസ്പരം സ്നേഹിക്കണമെന്ന് പറഞ്ഞത് ഗുരുസ്വാമികളാണ്. ഇവരിപ്പോൾ ചെയ്യുന്നത് ഗുരു സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞു. അത് വെച്ചിട്ടാണ് സനാതന ധർമ്മം സമം ഹിന്ദു ധർമ്മം എന്ന വാക്ക് ഇവർ ഉപയോഗിക്കുന്നത്. നമുക്കത് ഒന്ന് വളരെ വ്യക്തമായി പരിശോധിക്കേണ്ടതാണ്. രണ്ട് സന്ദർഭങ്ങളിലാണ് ഗുരു സനാതന ധർമ്മങ്ങൾ എന്ന പ്രയോഗം, സനാതന ധർമ്മം എന്നല്ല, സനാതന ധർമ്മങ്ങൾ എന്ന് ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1925 CV കുഞ്ഞിരാമനുമായുള്ള സംഭാഷണത്തിൽ ഗുരു സനാതന ധർമ്മങ്ങൾ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഗുരു അവിടെ സനാതന ധർമ്മങ്ങൾ എന്നതുകൊണ്ട് ശാശ്വതമായ മാനവിക മൂല്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ ശാശ്വതമായ മാനവിക മൂല്യങ്ങൾ? ആ ശാശ്വതമായ മാനവിക മൂല്യങ്ങൾ സ്നേഹവും സാഹോദര്യവുമാണ്. ക്രിസ്തു മതത്തിൻ്റെ സാരം സ്നേഹമാകുന്നുവെന്നും മുഹമ്മദ് മതത്തിൻ്റെ സാരം സാഹോദര്യമാകുന്നുവെന്നും സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കുന്നില്ല എന്ന് ഗുരു CVയോട് പറഞ്ഞു. ഇതേ കാര്യം ഡോക്ടർ BR അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയുന്നുണ്ട്. സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം എന്ന്. സാഹോദര്യമില്ലാതെ സമത്വമോ സമത്വമില്ലാതെ സാഹോദര്യമോ നിലനിൽക്കുന്നില്ല എന്നും സമത്വവും സാഹോദര്യവും ഉണ്ടെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ എന്നും ഡോക്ടർ BR അംബേദ്കർ വ്യക്തമാക്കി. അപ്പൊ ഇവിടെ സനാതന ധർമ്മങ്ങൾ എന്നതുകൊണ്ട് ഗുരു അർത്ഥമാക്കുന്നത് സ്നേഹത്തെയും സാഹോദര്യത്തെയും ആണെങ്കിൽ, ഹിന്ദുത്വവാദികൾ ഈ സ്നേഹത്തിനും സാഹോദര്യത്തിനും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അവർ സനാതന ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർണ്ണാശ്രമ ധർമ്മത്തെയും ചാതുർവർണ്ണ്യത്തെയുമാണ്. ആ വർണ്ണാശ്രമ ധർമ്മത്തെയും ചാതുർവർണ്ണ്യത്തെയും സമ്പൂർണമായി നിരാകരിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ജീവിച്ച അദ്ദേഹത്തിന്റെ ദാർശനിക പ്രയോഗസ്ഥാനങ്ങളിൽ അതിനോട് എതിരിട്ട ഒരു വ്യക്തിത്വമാണ് നാരായണ ഗുരുസ്വാമികൾ. രണ്ടാമത് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ സമാധിക്ക് മുമ്പ് പള്ളാത്തുരുത്തിയിൽ SNDP യോഗത്തിന്റെ വാർഷിക യോഗം, TK മാധവന്റെ നേതൃത്വത്തിലാണ് ആ യോഗം നടക്കുന്നത്. ആ യോഗത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗുരു ഒരു സന്ദേശം അയക്കുന്നുണ്ട്. ആ സന്ദേശത്തിൽ ഗുരു പറയുന്നത് സനാതന ധർമ്മങ്ങൾ എന്നാണ്. 25 CVയോട് പറഞ്ഞു, സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണെന്നാണ് പറഞ്ഞത്. സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ്. ഹിന്ദുത്വ ശക്തികൾ എന്താണ് പറയുന്നത്? ലോകത്തിലെ മുഴുവൻ മതത്തിൻ്റെയും മാതാവ് ഹിന്ദുമതമാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയവും വർണ്ണാശ്രമധർമ്മവും ലോകത്തിന്റെ മുഴുവൻ മാതാവാണെന്ന് പറയുന്നു. ഇവിടെ ഗുരു എന്താണ് ചെയ്യുന്നത്? ഗുരു ഹിന്ദുമതത്തെ ലോകത്തിന്റെ മാതാവാണെന്നൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. ഗുരു എന്താണ് പറയുന്നത്? സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ്. എല്ലാ മതത്തെയും ഗുരു അംഗീകരിക്കുന്നു. അത് പരസ്പരം പോരടിക്കാൻ ഗുരു അനുവദിക്കുന്നില്ല. മതത്തെ വ്യക്തിയുടെ ആധ്യാത്മിക ബോധമാക്കി, മതത്തെ സംഘടിത ബോധ്യമായി കാണുന്നതിനെ ഗുരു എതിർത്തു. അതുകൊണ്ട് ഗുരു 25 സംഭാഷണ CVയോട് വീണ്ടും വ്യക്തമാക്കി, രാമൻ ഒരു മതം, കൃഷ്ണൻ ഒരു മതം, രാമകൃഷ്ണന് മറ്റൊരു മതം എന്ന് പറഞ്ഞു. ഈ ആശയം മനസ്സിലാക്കിയിട്ട് സത്യവ്രത സ്വാമികൾ ആലുവ സർവമത സമ്മേളനത്തിൽ പറഞ്ഞു, രാമന്റെ മതം കൃഷ്ണനെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, കൃഷ്ണന്റെ മതം രാമനെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. രാമകൃഷ്ണന്മാർക്ക് അവർക്ക് സ്വതന്ത്രമായി നിലപാടെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് സത്യവ്രത സ്വാമികൾ നാരായണ ഗുരുവിൻ്റെ ആശയം നല്ലവണ്ണം സ്വാംശീകരിച്ചിട്ട്, ആഴത്തിൽ സ്വാംശീകരിച്ചിട്ടാണ് സർവമത സമ്മേളനത്തിന്റെ ആമുഖത്തിൽ ഇത് വ്യക്തമാക്കിയത്. അപ്പൊ ഇവിടെയെല്ലാം തന്നെ പള്ളാത്തുരുത്തിയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സനാതന ധർമ്മം എന്നാണ് പറഞ്ഞത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സനാതന ധർമ്മം. ഒരു ജാതി എന്ന തത്വം ഹിന്ദുത്വവാദികൾ എവിടെയെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ഒരു ജാതി എന്ന് എങ്ങും അംഗീകരിച്ചിട്ടില്ല. മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്.
എന്ന് ഇന്ത്യയിലെ ഏത് പുരാണം, ഏത് ഇതിഹാസം, ഏത് വേദം, ഏത് ഉപനിഷത്താണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യരെല്ലാം ഒന്നാണ്, മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് ഇന്ത്യയിലെ ഏത് പുരാണമാണ് പറഞ്ഞിട്ടുള്ളത്? അത് പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ. അത് കേരളത്തിന്റെ ഗുരുവായ മഹാഗുരുവായ നാരായണ ഗുരുവാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ്. മനുഷ്യാണ മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി ഗോപിന. ഗുരു എന്താണ് പറഞ്ഞത്? ഗവാം ഗോത്വം, പശുവിന് പശുത്വം പോലെ, മനുഷ്യാണ മനുഷ്യത്വം ജാതി, മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതിഹി. ന ബ്രാഹ്മണാതിരസ്യൈവം അസ്യ തത്വം ബ്രാഹ്മണാദിഹി ന വേത്തി. ഈ തത്വം ബ്രാഹ്മണാദികൾ അറിയുന്നില്ല. മനുഷ്യന്റെ മനുഷ്യത്വമാണ് ജാതി എന്നുള്ളത് ആരറിയുന്നില്ല? ബ്രാഹ്മണാദികൾ അറിയുന്നില്ല. അസ്യ തത്വം ബ്രാഹ്മണാദിഹി ന വേത്തി. ന വേത്തി എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല. ഗുരു വീണ്ടും വ്യക്തമാക്കുന്നുണ്ടല്ലോ, ആര് നീ എന്ന് കേൾക്കണ്ട, നേരു മെയ് തന്നെ ചൊൽകയാൽ. നീ ആരാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ ശരീരം തന്നെ അത് പറയുന്നു. പക്ഷേ എന്താണ് വർണ്ണാശ്രമ ധർമ്മത്തിൽ കാണുന്നത്? വർണ്ണാശ്രമ ധർമ്മത്തിന് ആളുകൾക്ക് പൂണൂലിടുന്നു. ആ പൂണൂലിലൂടെ ആളുകളെ തിരിച്ചറിയപ്പെടുന്നു. മയമതം എന്ന് പറയുന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിൽ ഓരോരുത്തരുടെയും വീട് തിരിച്ചറിയുന്നതിന് വേണ്ടി ചാതുർവർണ്ണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വീടുകളെ വേർതിരിക്കുന്നു, മനുഷ്യരെ വേർതിരിക്കുന്നു. ഇങ്ങനെ ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങളിൽ, ഇന്ത്യയിലെ ധർമ്മശാസ്ത്രങ്ങളിൽ, സംസ്കൃതത്തിൽ എഴുതപ്പെട്ട എല്ലാ ഗ്രന്ഥപാഠങ്ങളിലും ചാതുർവർണ്ണ്യം അനുസരിച്ച് മനുഷ്യരെ നാലായി തരംതിരിക്കുന്നു, മനുഷ്യരെ കാറ്റഗറൈസ് ചെയ്യുന്നു, മനുഷ്യരെ വിഭജിക്കുന്നു, മനുഷ്യരെ പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്നു. ബ്രാഹ്മണരെ മാത്രം ബഹുമാനിക്കാനല്ലേ ഈ പറയുന്ന ഇതിഹാസ പുരാണ പാഠങ്ങൾ മുഴുവൻ പറയുന്നത്? ബ്രാഹ്മണന് ദാനം കൊടുക്കാൻ പറയുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും കീഴാളർക്ക്, പാവങ്ങൾക്ക് ദാനം കൊടുക്കണമെന്ന് പറയുന്ന ഒരു വരി സംസ്കൃത സാഹിത്യത്തിലുണ്ടോ? പാവങ്ങൾക്ക് ദാനം കൊടുക്കണമെന്ന് പറയുന്ന, പാവങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറി ബ്രാഹ്മണ്യത്തിന് അപരിചിതമാണ്. ആ കാറ്റഗറി ഉള്ളത്, പാവങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറി ഉള്ളത് നാരായണ ഗുരുവിന്റെ സങ്കല്പത്തിലാണ്. ദരിദ്രമർദ്ദിത ജനകോടികളെ കണ്ടുകൊണ്ടാണ് ഗുരു അരുവിപ്പുറത്ത് മഹാപ്രതിഷ്ഠ നടത്തി അവിടെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന് എഴുതി വെച്ചത്. അപ്പം സ്വന്തം ജീവിതം കൊണ്ട് സനാതന ധർമ്മത്തിന്റെ ആശയങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുകയാണ് ഗുരു ചെയ്തത്. ഇനി ഇവർ പറയുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് ശങ്കരന്റെ മതമാണ് തൻ്റെ മതം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗുരു സനാതന ധർമ്മിയാണ്, സനാതനിയാണ് എന്നാ പറയുന്നത്. ഇത് പറഞ്ഞത് ആരാണ്? നടരാജഗുരുവിന്റെ റെഫറൻസിൽ നമുക്കിത് കിട്ടുന്നത്. നടരാജഗുരുവാണ് ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. മറ്റെവിടെയും നമുക്ക് ഈ റെഫറൻസ് കിട്ടിയിട്ടില്ല. നമുക്ക് പ്രൈമറിയായ മറ്റൊരു റെഫറൻസ് ഒരിടത്തും കിട്ടുന്നില്ല. ഇക്കാര്യത്തിൽ ഗുരു എന്താണ് പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാ. തന്നെയല്ല, 3-4 തവണ ശങ്കരനെ എതിർക്കുകയാണ് ചെയ്തത്. ബാദരായണനും അതുപോലെ തന്നെ ശങ്കരനും തെറ്റുപറ്റി, ശങ്കരന് തെറ്റുപറ്റി എന്ന് 3 തവണ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മസൂത്രം എഴുതിയ ബാദരായണനും അതിന് വ്യാഖ്യാനം ചമച്ച ശങ്കരനും തെറ്റുപറ്റി. പുഴുക്കുത്തിനെ പോലും ശങ്കരൻ വ്യാഖ്യാനിച്ചു എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു. അപ്പൊ ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മത്തെ നിരാകരിക്കുന്ന അദ്വൈതം അല്ല, സ്ഥാപിച്ചെടുക്കാനുള്ള അദ്വൈതമാണ്. ഗീതാഭാഷ്യത്തിൽ ശങ്കരൻ പറയുന്നുണ്ട്, വർണ്ണാശ്രമ ധർമ്മത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ നാരായണൻ അവതരിക്കുമെന്നാണ് ഗീതാഭാഷ്യം തുടങ്ങുമ്പോൾ തന്നെ ആ ഗീതാഭാഷ്യത്തിന്റെ ആമുഖത്തിൽ പറയുന്നത്. വിവേകാനന്ദൻ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. വിവേകാനന്ദൻ പറയുന്നുണ്ട്, ഗീതാഭാഷ്യത്തിന്റെ ആമുഖത്തിൽ വർണ്ണാശ്രമ ധർമ്മത്തെ രക്ഷിക്കുവാൻ ഭഗവാൻ വാസുദേവൻ അവതരിക്കുമെന്ന് ശങ്കരൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്. ഇനിയും ഗീതാഭാഷ്യത്തിൽ സ്ത്രീകളും വൈശ്യരും പാപയോനികളാണെന്നാണ് ശങ്കരൻ പറയുന്നത്. ബ്രഹ്മസൂത്രത്തിൽ അപശൂദ്രാധികരണത്തിൽ എന്താണ് ശങ്കരൻ പറയുന്നത്? ശൂദ്രന്മാർ സഞ്ചരിക്കുന്ന പട്ടടയാണെന്ന് പറഞ്ഞ ആളാണ്. ഇദ്ദേഹത്തിന്റെ അദ്വൈതം എത്രമാത്രം കാപട്യപൂർണ്ണ അദ്വൈതമാണെന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യരെ ഒന്നായി കാണാൻ ശങ്കരന് സാധിക്കുന്നില്ല. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന് ശങ്കരനെ അംഗീകരിക്കുന്നേ ഇല്ല. ഇങ്ങനെയുള്ള ശങ്കരന്റെ മതം ആണ് തൻ്റെ മതം എന്ന് ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ചരിത്രവിരുദ്ധമാണ്. സ്വന്തം ജീവിതം കൊണ്ട് ശങ്കരന്റെ മതത്തെ തെള്ളിക്കളഞ്ഞ ആളല്ലേ ഗുരു. തന്നെയല്ല, ശങ്കരൻ മായാവാദത്തെ അംഗീകരിക്കുന്നു. ഈ ലോകം മായയാണെന്ന് പറയുന്നു. പക്ഷെ ഈ ലോകം മായയാണെന്നുള്ള സങ്കല്പം ഗുരു അംഗീകരിച്ചിട്ടില്ല. ഗുരു ദൈവദശകത്തിൽ പറയുന്നുണ്ടല്ലോ, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും,
നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതും മായെന്നും മായാവിയെന്നും ജനങ്ങൾ വിധിക്കുന്നതും മുഴുവൻ ഒരേ ഒരു തത്വത്തെക്കുറിച്ചാണ് എന്ന് നാരായണ ഗുരുസ്വാമികൾ ദൈവദശകത്തിൽ എഴുതി. ഇത് കൂടാതെ ജനനീ നവരത്ന മഞ്ജരിയിൽ എല്ലാം ഉള്ളത് തന്നെ. ശങ്കരൻ മായാവാദത്തിലൂടെ ഈ ജഗത്തിൻ്റെ അസ്തിത്വത്തെ നിരാകരിക്കുമ്പോൾ എല്ലാം ഉള്ളത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ജഗത് മിഥ്യാവാദത്തെ ഗുരു നിരാകരിക്കുന്നു. ഈ ലോകമുള്ളതാണ്, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം ഉള്ളതാണ്. മായാവാദം പറഞ്ഞുകൊണ്ട് ശങ്കരൻ ഈ ലോകത്തെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കുന്നു. ഈ ലോകത്തിലെ അസമത്വത്തിനു വേണ്ടി അസമത്വം നിരാകരിക്കാൻ ശങ്കരൻ എന്താണ് ചെയ്തിട്ടുള്ളത്? സാമൂഹ്യ പ്രശ്നങ്ങളിൽ സാമൂഹ്യ അസമത്വം പരിഹരിക്കാൻ ശങ്കരൻ എന്ത് കോൺട്രിബ്യൂഷനാണ് ചെയ്തിട്ടുള്ളത്? ശങ്കരന്റെ അദ്വൈതത്തിൽ ഇന്ത്യയിലെ അസമത്വത്തെ നിരാകരിക്കാൻ, അസമത്വത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള എന്ത് ഫിലോസഫിയാണ് ശങ്കരൻ സംഭാവന ചെയ്തിട്ടുള്ളത്? ഒന്നുമില്ല. ശുഷ്കതരം ശൂന്യമാണ് ശങ്കരന്റെ അദ്വൈതം. പക്ഷേ നാരായണ ഗുരുസ്വാമികൾ എന്താണ് ചെയ്തത്? ഈ സാമൂഹ്യ അസമത്വത്തെ പരിഹരിക്കാൻ അദ്ദേഹം പുതിയ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം നിരന്തരം എഴുതി. നാം ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം അദ്വൈതം നിരാകരിച്ചു എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. 25 സംഭാഷണത്തിൽ ദ്വൈതമതം, അദ്വൈതമതം എന്നിങ്ങനെ 11 ആര്യൻ മതങ്ങളെപ്പറ്റി ഗുരു പറയുന്നുണ്ട്. പിന്നീടാണ് ഗുരു പറയുന്നത്, പിന്നീട് പറയുന്നു ഗുരു, നാം ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു. നാം ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിലവിലുള്ള എല്ലാ മതങ്ങളെയും നാരായണ ഗുരു വിട്ടെന്നല്ലേ അർത്ഥം? അങ്ങനെ വരുമ്പോൾ ഗുരു അദ്വൈതം വിട്ടെന്നല്ലേ അർത്ഥം? ഗുരു ജാതിമതഭേദങ്ങൾ വിട്ടിരിക്കുന്നു. ജാതിഭേദം മാത്രമല്ല, മതഭേദവും വിട്ടിരിക്കുന്നു എന്ന് ഗുരു പറഞ്ഞതിന് ശേഷവും നമ്മൾ ഗുരുവിനെ അദ്വൈതിയാക്കുന്നു. അത് ഗുരുവിനോട് തന്നെയുള്ള നിന്ദയാണ്. ഗുരു നേരിട്ടൊരിക്കലും താൻ അദ്വൈതിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഗുരു ക്ഷേത്രപ്രതിഷ്ഠ നടത്തി, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവാണെന്ന് പറയുന്നു. അതും നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാദമാണ്. പ്രഭാഷണവുമായി ബന്ധപ്പെട്ടന്നെ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അതൊരു ഭരണകർത്താവാണ്. സ്വാഭാവികമായ ഭരണകർത്താവിന് ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്നാണ് കരുതുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഇതിനകത്ത് ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടും ഗുരുവുമായി ബന്ധപ്പെട്ടും ഒരു സംവാദം തുറക്കുന്നതിന് പകരം ഭരണഘടനാപരമായി എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ കാണുന്നത്, അത് വർണ്ണാശ്രമ ധർമ്മത്തിനെതിരാണ് എന്ന് ഒരു ഭരണകർത്താവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമല്ലേ നിറവേറ്റില്ല? ആ നിലക്ക് കൂടി അതിനെ കാണേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ അതിനെ പിന്തുണക്കുന്നതിന് പകരം ഇപ്പോൾ കേരളത്തിന് പ്രതിപക്ഷ നേതാവായാലും ശരി, അതേസമയം ഈ സവർക്കറുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോൾവാൾക്കറിന്റെ ഒക്കെ അതേ ശബ്ദം ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ഈ വിഷയത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭരണകർത്താവ് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരാളുടെ ഒരു വാക്കായിട്ടല്ലേ ശരിക്കും പിണറായി വിജയന്റെ പ്രഭാഷണത്തെ കേൾക്കേണ്ടത് തന്നെ. കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉയർത്തിയ സംവാദം തീർച്ചയായിട്ടും ജനാധിപത്യപരമാണ്, സമൂഹം അത് ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ഹിന്ദുത്വവാദികൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദമുണ്ട്. എന്തുകൊണ്ട് പിണറായി വിജയൻ മറ്റു മതങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല? എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല? എന്തുകൊണ്ട് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരവുണ്ട്. ഇന്ത്യയിലെ മനുഷ്യരെ കീഴാളരാക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മനുഷ്യരെ കീഴാളരാക്കുന്ന മതത്തിന്റെ പേരെന്താണ്? വർണ്ണാശ്രമ ധർമ്മം എന്നാ. അതുകൊണ്ടാണല്ലോ ശബരിമല വിവാദ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനമാന പദവികളെ ഒന്നും പരിഗണിക്കാതെ അദ്ദേഹത്തെ ആക്ഷേപിച്ചത് എന്തിന്റെ പേരില? അദ്ദേഹത്തെ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ കീഴാളനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചത്. വർണ്ണാശ്രമ ധർമ്മം മുഖ്യമന്ത്രിയെ പോലും കീഴാളനായി കാണുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത്. അപ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ല ഇന്ത്യയിലെ മനുഷ്യരെ കീഴാളരാക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മനുഷ്യരെ കീഴാളരാക്കുന്ന, മർദ്ദിച്ച് അടിച്ചൊതുക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരെയല്ലേ നമ്മൾ ശബ്ദം മുഴക്കേണ്ടത്? അപ്പോൾ ആ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ എന്തുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ എന്തുകൊണ്ട് പറയുന്നില്ല, ആ മതത്തെ നിങ്ങൾക്ക് പരിഷ്കരിക്കണ്ടേ എന്ന് ചോദ്യം ചോദിക്കുന്നത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണ്. പ്രശ്നം ഇതാണ്, എന്തുകൊണ്ടാണ് ഈ ദളിത് ക്രിസ്ത്യാനികൾ ഉണ്ടായത്? എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ ഒരു സവിശേഷമായ വ്യവസ്ഥിതിയല്ലേ അത്? ഇന്ത്യയിൽ ദളിത് ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നത് വർണ്ണാശ്രമ ധർമ്മം ഉള്ളത് കൊണ്ടാണ്.
ഇന്ത്യയിൽ കേരളത്തിൽ ജാതി വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് ദളിത് ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് പസ്മന്ത മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത്? ഇന്ത്യയിൽ വർണ്ണാശ്രമ ധർമ്മവും ജാതി വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് പസ്മന്ത മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത്. ഈ കാര്യം പരിഗണിക്കാതെ നിങ്ങൾ ഹിന്ദുമതത്തെ വിമർശിക്കുന്നു, മറ്റു മതങ്ങളെ വിമർശിക്കുന്നില്ല എന്ന് പറയുന്നത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനാണ്. അത് ഇന്ത്യയിലെ വർണ്ണജാതി മേൽക്കോയ്മയെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഹിന്ദുത്വവാദികൾ അഴിച്ചുവിടുന്ന കപടമായ ഒരു പ്രചാരണമാണ്. അത് നമ്മൾ കരുതി ഇരിക്കണം. ഇനി ഈ പ്രശ്നത്തിലേക്ക് വന്നാൽ, സനാതന ധർമ്മത്തെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ലേ? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അല്ല ഇത് പറയേണ്ടത് എന്നും ഭരണകർത്താക്കൾക്ക്, സ്റ്റേറ്റിന് ഇതിൽ ഇടപെടാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുന്നത് എത്രമാത്രം ചരിത്രവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ കേരളത്തിൽ വന്ന് നിയമസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭരണഘടനാ ധാർമ്മികതയെപ്പറ്റി പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ ഭരണഘടനാ ധാർമ്മികതയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന അവസരത്തിൽ അതിനു മുമ്പും ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ യുദ്ധം ഈ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നായിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രതലമുണ്ട്, ഭരണഘടന എന്ന് പറയുന്ന ഒരു പ്രതലം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി രക്തം ചൊരിയുന്ന യുദ്ധങ്ങളല്ല ആവശ്യം, ഇനി സമാധാനപൂർവ്വമായി ഭരണഘടനയെ പ്രതലമാക്കിക്കൊണ്ടുള്ള സംവാദങ്ങളാണ് ആവശ്യം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ അവകാശമുണ്ട്. അതില്ല എന്നും ഇത് പറയേണ്ടത് വിശ്വാസികളാണ് എന്നും ആചാര്യന്മാരാണ് ഇത് പറയേണ്ടതെന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? അങ്ങനെ ആചാര്യന്മാർ പരിഷ്കരിച്ചിട്ടാണോ ഇന്ന് കാണുന്ന കേരളം ഉണ്ടായത്, ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടായത്? ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിച്ചത് ആരാണ്? ഈ ആചാര്യന്മാരാണോ? ഈ തന്ത്രിമാരും ആചാര്യന്മാരുമാണോ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്? ഈ തന്ത്രിമാരും ഈ ആചാര്യന്മാരും സമത്വത്തിനും സാഹോദര്യത്തിനും സ്നേഹത്തിനും എതിര് നിൽക്കുകയാണ് എക്കാലവും ചെയ്തിട്ടുള്ളത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ ആ ക്ഷേത്രപ്രവേശനത്തിനെതിരായിട്ട് നമ്പൂതിരിമാർ ഇരിങ്ങാലക്കുടയിൽ യോഗം ചേർന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ എതിർക്കുകയാണ് ചെയ്തത്. തവനൂർ നമ്പൂതിരിപ്പാട് ക്ഷേത്രപ്രവേശന വിളംബര വിമർശനം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ അവർണർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധിയാകും എന്ന റിപ്പോർട്ടിൽ എഴുതി. അങ്ങനെ നോക്കിയാൽ നമ്പൂതിരി ബ്രാഹ്മണ്യ എക്കാലവും പുരോഗമനാത്മകമായ കാര്യങ്ങളെല്ലാം എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അനുകൂലിച്ചിട്ടില്ല, എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവരാരുമല്ല യഥാർത്ഥത്തിൽ കേരളത്തെ സാഹോദര്യപൂർണ്ണമായ ഒരു സമൂഹമാക്കി മാറ്റി തീർത്തത്. അത് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളും നാരായണ ഗുരുസ്വാമികളും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും ഒക്കെ ചേർന്ന മഹോന്നതമായ പുരോഗമന പ്രസ്ഥാനമാണ്, സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമാണ് ഇന്ന് കാണുന്ന കേരളത്തെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ കേരളത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് ഇതൊക്കെ വിശ്വാസികൾ ചേർന്നങ്ങ് സംരക്ഷിച്ച്. ഏത് വിശ്വാസിയെ പറ്റിയാണ് ഇവർ പറയുന്നത്? ഈ വിശ്വാസം എന്ന് പറയുന്ന പാരമ്പര്യത്തിനകത്ത് ഒരു ബഹുസ്വരമായ ധാരയുണ്ട്. ആ ബഹുസ്വരമായ ധാര ഇവർ കാണാതെ വിശ്വാസം എന്ന പേരിൽ ഇവർ ബ്രാഹ്മണ്യത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുന്നതിനെ പറ്റി ഇവർ പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവർ വിശ്വാസം എന്ന് പറയുന്നത് നമ്പൂതിരി ബ്രാഹ്മണ്യത്തിന്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. കേരളത്തിലെ ഈഴവരുടെയോ കേരളത്തിലെ ദളിതരുടെയോ കേരളത്തിലെ ആദിവാസികളുടെയോ കേരളത്തിലെ പിന്നോക്ക ജനതയുടെയോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിനെ പറ്റിയല്ല ഹിന്ദുത്വം പറയുന്നത്. ഹിന്ദുത്വം പറയുന്നത് ബ്രാഹ്മണ്യത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മേൽക്കോയ്മ പ്രത്യയശാസ്ത്രമായി ഉയർത്തിപ്പിടിക്കാനും സ്ഥാപിക്കാനുമാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യൻ ബ്രാഹ്മണ്യം ഇന്ത്യയിലെ ദളിതരുടെയോ കീഴാളരുടെയോ പിന്നോക്ക ജനതയുടെയോ അവകാശങ്ങൾക്കും ആചാരാനുഷ്ഠാന വിശ്വാസങ്ങൾക്കും വേണ്ടി നിലകൊണ്ടിട്ടില്ല. അവർ ദളിതരുൾപ്പെടെയുള്ള ബഹുജനങ്ങളുടെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങളെ തമസ്കരിക്കാനും അതിനെ ബ്രാഹ്മണവൽക്കരിക്കുവാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ബഹുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്പൂതിരി ബ്രാഹ്മണരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടേതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അത് ഇന്ത്യയിലെ ബഹുജനങ്ങൾക്ക് മുകളിൽ, ദളിതർക്ക് മുകളിൽ, ആദിവാസികൾക്കും മുകളിൽ നമ്പൂതിരി ബ്രാഹ്മണ്യത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ ആചാരം ഇതല്ല എന്ന് പറയാനുള്ള ധൈര്യമല്ലേ നമ്മൾ കാണിക്കേണ്ടത്? ആചാരങ്ങൾ വളരെ ലളിതമായിരിക്കണമെന്ന് പറഞ്ഞ ആളല്ലേ നാരായണ ഗുരുസ്വാമികൾ? വിവാഹത്തിന് 10 പേര് മാത്രം മതി എന്നും വളരെ ലളിതമായ ചടങ്ങുകൾ മതി എന്നും പറഞ്ഞ ആളല്ലേ നാരായണ ഗുരു? പക്ഷെ ഇന്നെന്താണ് കാണുന്നത്? നമ്മൾ ബ്രാഹ്മണ്യത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ, ഇന്ത്യയിലെ കേരളത്തിലെ സമൂഹം ബ്രാഹ്മണ്യത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിച്ചിട്ട് ഇന്ന് ഹോമമായി, പരിപാടികളായി, യജ്ഞമായി ഇതൊക്കെ ഉൾപ്പെടെയുള്ള വിവാഹ സമ്പ്രദായങ്ങൾ നടക്കാൻ തുടങ്ങി. ഗുരു എന്താണ് പറഞ്ഞത്? 10 പേര് കൂടുതൽ വിവാഹത്തിന് പാടില്ല, ലളിതമായ ചടങ്ങായിരിക്കണം എന്നാ പറഞ്ഞത്. ഇതുപോലെ മരണം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ ആ ചടങ്ങുകൾ വളരെ ലളിതമായിരിക്കണം.
വലിയ വമ്പിച്ച രീതിയിൽ സാമ്പത്തികം ചെലവാക്കിയുള്ള കാര്യങ്ങൾ പാടില്ല എന്ന് ഗുരു പറഞ്ഞില്ലേ? അപ്പം ബ്രാഹ്മണ്യം എന്താണ് ചെയ്യുന്നത്? ബ്രാഹ്മണ്യം ചടങ്ങുകളെ നിഗൂഢവൽക്കരിക്കാനും ചടങ്ങുകളെ അതിഭൗതികവൽക്കരിക്കാനും ശ്രമിക്കുമ്പോൾ നാരായണ ഗുരു ചടങ്ങുകളെ വിമോചനാത്മകമായി അഴിച്ചുവിട്ടു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ പ്രസംഗം മൊത്തം നമ്മളൊന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകും, ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞു വരേണ്ട ഒന്നായിട്ടാണ് മുഖ്യമന്ത്രി ഇതിനെ കാണുന്നത്. അല്ലാതെ നാളെ മുതൽ എല്ലാവരും ഇനി ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറണമെന്ന് ഒരു അഭിപ്രായം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന എന്താണ്? എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മറ്റു വിവാദങ്ങളിലേക്ക് കടക്കാതെ ആ നിലക്കുള്ളൊരു സംഗതി മാത്രമാണ് പിണറായി വിജയൻ അതിൽ പറഞ്ഞത്. പിന്നെ എനിക്ക് ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം അറിയാനുള്ളത്, നമ്മൾ നേരത്തെ ഇത് ചർച്ച ചെയ്തതാണ്. ഈ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹിന്ദുത്വം എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഗുരുവിൽ ഇവരുടെ കണ്ണ് ഇത്രയും ഉടക്കാൻ കാരണം? അതിന് വളരെ വ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. നാരായണ ഗുരുസ്വാമികളെ സംബന്ധിച്ച് കേരളം ഏറ്റെടുത്ത, കേരളത്തിൻ്റെ ഹൃദയങ്ങളിൽ എന്ന് ഞാൻ പറയുന്നു, കേരളത്തിൻ്റെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു മഹാനായ ആചാര്യനാണ് നാരായണ ഗുരുസ്വാമികൾ. സത്യത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളം കണ്ട, ലോകം കണ്ട മഹാനായ മനുഷ്യനാണ് നാരായണ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹത്തെപ്പറ്റി നിരന്തരം പുനർവ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള രചനകളെ സംബന്ധിച്ച് നിരന്തരം ചർച്ച ചെയ്യുന്നു. 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ നാരായണ ഗുരുവിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. ഇതാണ് ഒരു മഹോന്നതമായ ജീവിതത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇതാണ്. ആ അർത്ഥത്തിൽ നോക്കിയാൽ റൂസോയുടെയൊക്കെ ഒരു നിർവചനം ഉണ്ടല്ലോ, ആ നിർവചനം അനുസരിച്ച് നോക്കിയാൽ ജയരഘു ഒക്കെ സൂചിപ്പിക്കുന്നത് പോലെ നാരായണ ഗുരു ഒരു ക്ലാസിക്കാണ്. നമ്മൾ ഏതൊരു കൃതിയാണോ ക്ലാസിക് എന്ന് പറയുന്നത്, ആ അർത്ഥത്തിൽ നോക്കിയാൽ നാരായണ ഗുരു ഒരു ക്ലാസിക്കാണ്. ഇങ്ങനെ ക്ലാസിക്കായി മാറിയ നാരായണ ഗുരുസ്വാമികളെ ഏറ്റെടുത്ത് സ്വാംശീകരിക്കുക എന്നുള്ളത് ബ്രാഹ്മണ്യത്തിന് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. കാരണം അത്രമേൽ ഗുരുവിൻ്റെ ദർശനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ ജനങ്ങൾക്കിടയിൽ വേരോടിയിട്ടുണ്ട്. ഇനി രണ്ടാമത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ, ഗുരുദേവൻ ജാതിക്കെതിരായി സംസാരിച്ചു, ചാതുർവർണ്ണയത്തെ നിരാകരിച്ചു, വർണ്ണാശ്രമത്തെ നിരാകരിച്ചു, അസമത്വത്തെ നിരാകരിച്ചു, സമത്വവും സോദരത്വമുള്ള ഒരു സമൂഹത്തെ സ്വപ്നം കണ്ടു, അത് സ്ഥാപിക്കുന്നതിനായി പ്രവർത്തിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗുരുവിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി എന്താണ്? ഗുരുവിനെ അവതാരമാക്കി മാറ്റുക, ഗുരുവിനെ ദൈവമാക്കി മാറ്റുക. അപ്പോൾ അതിനുവേണ്ടിയാണ് ബ്രാഹ്മണ്യം അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഗുരുവിനെ ആ രീതിയിൽ അവതാരവൽക്കരിച്ചാൽ പിന്നെ ഗുരുവിൻ്റെ പ്രത്യയശാസ്ത്രത്തിന്, ഗുരു മുന്നോട്ട് വെച്ച ചരിത്രപരമായ വിമർശനങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാകും. അതുകൊണ്ടാണ് ബുദ്ധനെ ഇവർ മഹാവിഷ്ണുവിൻ്റെ അവതാരമാക്കി മാറ്റി. അങ്ങനെ ബുദ്ധനെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാക്കുന്നതോടുകൂടി ബുദ്ധൻ ചാതുർവർണ്ണയത്തിനും വർണ്ണാശ്രമത്തിനും എതിരായി സൃഷ്ടിച്ച എല്ലാവിധ വിമർശനങ്ങളെയും തമസ്കരിക്കാൻ സാധിച്ചു. അതുപോലെ നാരായണ ഗുരുവിനെ അവതാരമാക്കുന്നതിലൂടെ ഹിന്ദുത്വം സാംശീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത്, ഗുരു മുന്നോട്ട് വെച്ച ചാതുർവർണ്ണയ വർണ്ണാശ്രമ ധർമ്മ അസമത്വ വ്യവസ്ഥയ്ക്കെതിരായ വിമർശനങ്ങളെയെല്ലാം മുച്ചൂടും മറച്ചു വെച്ച് അദ്ദേഹത്തെ കേവലം ഒരു ഭഗവാനാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹിന്ദുത്വം ഗുരുവിനെ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവിനെ കേവലം ഒരു ക്ഷേത്ര പ്രതിഷ്ഠാപകനാക്കി മാറ്റി തീർക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവിനെ കേവലം ഒരു അദ്വൈതവാദിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. ഗുരു ചാതുർവർണ്ണയത്തിനും വർണ്ണാശ്രമ ധർമ്മത്തിനും എതിരായി ഉന്നയിച്ച എല്ലാ വിമർശനങ്ങളെയും മറച്ചു വെച്ചുകൊണ്ടാണ് ഗുരുവിനെ സനാതനിയാക്കുന്നത്. നോക്കൂ, ഗാന്ധി ഒരിക്കൽ പറയുന്നുണ്ടല്ലോ, ഞാൻ സനാതനിയായ ഹിന്ദുവാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? താൻ ഒരു വർണ്ണാശ്രമ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് താൻ സനാതനിയായ ഹിന്ദുവാകുന്നത് എന്ന് ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞു. കാസ്റ്റ് മസ്റ്റ് ഗോ എന്ന് പറയുന്ന 1935 പ്രബന്ധത്തിൽ, ആ പ്രബന്ധത്തിൻ്റെ ആമുഖത്തിൻ്റെ വാചകം ഇതാണ്, ഐ ബിലീവ് ഇൻ വർണ്ണാശ്രമ ധർമ്മ എന്ന. പക്ഷെ ഗാന്ധിയുടെ പ്രബന്ധത്തിൻ്റെ പേരെന്താ? കാസ്റ്റ് മസ്റ്റ് ഗോ, ജാതി പോകണം. പ്രബന്ധത്തിൻ്റെ ആദ്യത്തെ വാചകം എന്താ? ഐ ബിലീവ് ഇൻ വർണ്ണാശ്രമ ധർമ്മ, ഞാൻ വർണ്ണാശ്രമധർമ്മത്തിൽ അഗാധമായി വിശ്വസിക്കുന്നു എന്ന വാചകം. ഗുരു ഇതിനെതിരായിരുന്നു. ഗുരു ഒരു വർണ്ണാശ്രമധർമ്മത്തിൻ്റെ വിശ്വാസിയായിരുന്നില്ല. ഗുരു തന്നെ പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു ഭക്തൻ ഗുരുവിനോട് പറയുന്നുണ്ട്, ഗാന്ധി വർണ്ണാശ്രമധർമ്മത്തെ ന്യായീകരിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പം ഗുരു പറഞ്ഞ മറുപടി, ഗാന്ധി വർണ്ണാശ്രമധർമ്മത്തെ പറ്റി ശരിയായി മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. എന്തുകൊണ്ടാണ് ഗാന്ധി ഇങ്ങനെ പറയുന്നത്? വർണ്ണാശ്രമധർമ്മത്തെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം.
എന്ന് ഗുരു വ്യക്തമാക്കുന്നുണ്ട്. തന്നെയല്ല, ഒരിക്കൽ ഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ ശിവഗിരിയിൽ വെച്ച്, ഹിന്ദുമതം ആധ്യാത്മികമായ മോക്ഷലാഭത്തിന് പര്യാപ്തമല്ലേ സ്വാമി എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നത് എന്താണ്? മറ്റു മതങ്ങളിലും മോക്ഷമാർഗങ്ങളുണ്ടല്ലോ എന്നാ പറയുന്നത്. അല്ല, ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണെന്നൊരു അഭിപ്രായം ഗുരു പറഞ്ഞോ? ഗുരു പറഞ്ഞില്ല. ഗുരു പറഞ്ഞത് എന്താണ്? മറ്റു മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ധാരാളമുണ്ടല്ലോ. അതായത് സനാതന ധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മോക്ഷലാഭ മാർഗത്തിലല്ല ഗുരു ഊന്നിയത്. ഏത് വഴിക്കും നമുക്ക് സഞ്ചരിക്കാം, മനുഷ്യന്റെ മതസ്വാതന്ത്ര്യം എന്ന യുക്തിയിലാണ് ഗുരു ഊന്നിയത്. അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, മതം എന്നാൽ അഭിപ്രായമാണ്, അതൊരു വ്യക്തിയുടെ അഭിപ്രായമാണ്. പക്ഷേ ഇന്ന് സനാതനധർമ്മവാദികൾ എന്താണ് പറയുന്നത്? സനാതനധർമ്മം എന്ന് പറഞ്ഞൊരു സംഘടിത മതബോധ്യത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഗുരു എന്താണ് ചെയ്തത്? അങ്ങനൊരു സംഘടിത മതബോധ്യത്തെ അംഗീകരിച്ചില്ല. ഗുരു അതിനെ വ്യക്തിയുടെ ആധ്യാത്മിക ബോധമാക്കി മാത്രം കണ്ടു. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ് എന്നും അത് വ്യക്തിയുടെ അഭിപ്രായമാണ് എന്നും ഗുരു കണ്ടു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തത്, ആരാണ് സനാതനികൾ? ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ ക്ഷേത്രപ്രവേശനത്തെ എതിർത്തവരെയാണ് സനാതനികൾ എന്ന് ഉള്ളൂരിന് നേതൃത്വമുള്ള റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പം അങ്ങനെ ക്ഷേത്രപ്രവേശനത്തെ എതിർത്തവരെ സനാതനികളായി കണ്ടിരുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഗുരു സനാതനിയൊന്നും അല്ല എന്ന് മാത്രമല്ല, ഈ സനാതനത്തിനെതിരായി നിലകൊള്ളുകയും ജീവിതം മുഴുവൻ സനാതനത്തിനെതിരെ പോരാടുകയും ചെയ്ത ഗുരുവിനെ സനാതനത്തിന്റെ വക്താവാക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. ഗുരുവിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണ്, ഗുരു നിന്ദയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇത്ര നേരം മനോഹരമായി ഈ വിഷയത്തിൽ സംഭവിച്ചതിന് ശ്യാംകുമാർ സാറിന് വളരെ നന്ദി.